ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. തായ്വാന്റെ പുതിയ പ്രസിഡന്റായി അധികാരമേൽക്കുന്ന വ്യക്തി ആരാണ്? വില്യം ലായ്. വില്യം ലായ് ആണ് തായ്വാന്റെ പുതിയ പ്രസിഡന്റായി അധികാരമേൽക്കുന്ന വ്യക്തി. ഭരണകക്ഷിയായ DPP ഡെമോക്രാറ്റിക് പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥിയാണ് വില്യം ലായ്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യ സഖ്യത്തിന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? മല്ലികാർജുൻ ഖാർഗെ. മല്ലികാർജുൻ ഖാർഗെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യ സഖ്യത്തിന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് മല്ലികാർജുൻ ഖാർഗെ. ആമസോൺ വനാന്തരത്തിൽ 2500 വർഷം പഴക്കമുള്ള നഗരം കണ്ടെത്തിയത് ഏത് ഫ്രഞ്ച് ഗവേഷകന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്? സ്റ്റീഫൻ റോസ്റ്റൻ. ഫ്രഞ്ച് ഗവേഷകനായ സ്റ്റീഫൻ റോസ്റ്റന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആമസോൺ വനാന്തരത്തിൽ 2500 വർഷം പഴക്കമുള്ള നഗരം കണ്ടെത്തിയത്. ഫ്രഞ്ച് ഗവേഷണ കേന്ദ്രമായ CNRSലെ പുരാവസ്തു ഗവേഷകനായ വ്യക്തിയാണ് സ്റ്റീഫൻ റോസ്റ്റൻ. കിഴക്കൻ എക്വഡോറിലെ ആൻഡിസ് പർവ്വതനിരകളിലെ യുപാനോ താഴ്വരയിലാണ് ഈ നഗരം കണ്ടെത്തിയത്. ആമസോൺ കാടുകളിൽ കണ്ടെത്തിയ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ നഗരമാണ് ഇപ്പോൾ കണ്ടെത്തിയത്. അയോധ്യയിലേക്ക് ജനങ്ങൾക്ക് ദർശന സൗകര്യം ഒരുക്കുന്നതിനായി രാം ലാല ദർശൻ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യൻ സംസ്ഥാനമായ ഛത്തീസ്ഗഡ് ആണ് അയോധ്യയിലേക്ക് ജനങ്ങൾക്ക് ദർശന സൗകര്യം ഒരുക്കുന്നതിനായി രാം ലാല ദർശൻ പദ്ധതി ആരംഭിച്ചത്. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തു നിന്നും എല്ലാ വർഷവും 20,000 പേർക്ക് അയോധ്യ സന്ദർശിക്കുന്നതിന് ഛത്തീസ്ഗഡ് ടൂറിസം വകുപ്പ് സൗകര്യം ഒരുക്കിക്കൊടുക്കുന്ന പദ്ധതിയാണ് രാം ലാല ദർശൻ പദ്ധതി. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി ഗായിക ആരാണ്? പ്രഭ അത്രേ. മഹാരാഷ്ട്രക്കാരിയായ പ്രഭ അത്രയാണ് 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി ഗായിക. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ കിരാന ഘരാന വഴിയുടെ ശക്തയായ വക്താവായിരുന്നു പ്രഭ അത്രേ. ഇവരുടെ ആത്മകഥയുടെ പേരാണ് സംഗീതത്തിന്റെ പാതയിൽ. എൻലൈറ്റനിങ് ദ ലിസണർ എന്നത് ഇവരുടെ പ്രശസ്ത കൃതിയാണ്. അമ്മയുടെ രോഗമുക്തിക്കായി സംഗീതം പഠിച്ച് സംഗീതത്തിലൂടെ അമ്മയ്ക്ക് രോഗമുക്തി നൽകിയ പ്രശസ്ത ഗായികയാണ് പ്രഭ അത്രേ. ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രശസ്ത എഴുത്തുകാരി ആരാണ്? സാറ ജോസഫ്. സാറ ജോസഫ് ആണ് 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രശസ്ത എഴുത്തുകാരി. ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കറ എന്ന നോവലിനാണ് സാറ ജോസഫിന് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുകൾ നടന്ന വർഷം എന്ന ഖ്യാതി ഇനി മുതൽ ഏത് വർഷത്തിനായിരിക്കും? 2024. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുകൾ നടന്ന വർഷം എന്ന ഖ്യാതി ഇനി മുതൽ 2024 66 രാജ്യങ്ങളിലാണ് 2024 തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക ജനസംഖ്യയുടെ പകുതിയോളം, ഏകദേശം 400 കോടി ജനങ്ങൾ 2024 തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നുണ്ട്.
2023 മാലദ്വീപിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഇന്ത്യ. ഇന്ത്യയിൽ നിന്നാണ് 2023 മാലദ്വീപിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയത്. റഷ്യയും ചൈനയുമാണ് 2, 3 സ്ഥാനങ്ങളിൽ. 2023 ഇന്ത്യയിൽ നിന്നും 2,09,198 ആളുകളാണ് മാലദ്വീപ് സന്ദർശിച്ചത്. പ്രമുഖ CPIM നേതാവ് വൃന്ദ കാരാട്ടിന്റെ 2024 പുറത്തിറങ്ങുന്ന ഓർമ്മക്കുറിപ്പിന്റെ പേരെന്താണ്? ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത. പ്രമുഖ CPIM നേതാവ് വൃന്ദ കാരാട്ടിന്റെ 2024 പുറത്തിറങ്ങുന്ന ഓർമ്മക്കുറിപ്പിന്റെ പേരാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത. 1975 മുതൽ 1985 വരെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ ഓർമ്മക്കുറിപ്പിലെ പ്രതിപാദ്യം. അടിയന്തരാവസ്ഥ കാലത്ത് റീത്ത, സുധീർ എന്നീ പേരുകളിലാണ് വൃന്ദ കാരാട്ടും പ്രകാശ് കാരാട്ടും വിവാഹിതരായത്. കുറഞ്ഞ ചിലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഒഡീഷയിലെ ജാർസുഗുഡ ജില്ലയിൽ താപവൈദ്യുത പദ്ധതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഏത് സ്ഥാപനത്തിനാണ് അനുമതി നൽകിയത്? ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, BHEL. കുറഞ്ഞ ചിലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഒഡീഷയിലെ ജാർസുഗുഡ ജില്ലയിൽ താപവൈദ്യുത പദ്ധതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിനാണ് അനുമതി നൽകിയത്. 2400 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈ നിലയം 2029 ഭാഗികമായി പ്രവർത്തനം തുടങ്ങും. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി തമിഴ്നാട്, ഒഡീഷ, കേരളം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലാണ് വിതരണം ചെയ്യുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യപാനീയ പ്രദർശനമായ ഇൻഡസ് ഫുഡ് 2024 നടന്നത് എവിടെ വെച്ചാണ്? ഗ്രേറ്റർ നോയിഡ. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ വെച്ചാണ് തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യപാനീയ പ്രദർശനമായ ഇൻഡസ് ഫുഡ് 2024 നടന്നത്. ജനുവരി 8 മുതൽ 10 വരെയാണ് ഇൻഡസ് ഫുഡ് 2024 നടന്നത്. 2014 മുതൽ 2023 വരെ ഫുട്ബോൾ താരങ്ങളുടെ വിൽപ്പനയിലൂടെ ഏറ്റവും കൂടുതൽ തുക നേടിയ ക്ലബ്ബ് ഏതാണ്? ബെൻഫിക്ക ക്ലബ്ബ്. പോർച്ചുഗലിലെ ബെൻഫിക്ക ക്ലബ്ബാണ് 2014 മുതൽ 2023 വരെ ഫുട്ബോൾ താരങ്ങളുടെ വിൽപ്പനയിലൂടെ ഏറ്റവും കൂടുതൽ തുക നേടിയ ക്ലബ്ബ്. 4687 കോടി രൂപയാണ് ബെൻഫിക്ക ക്ലബ്ബ് ഈ കാലയളവിൽ കളിക്കാരുടെ വിൽപ്പനയിലൂടെ സമ്പാദിച്ചത്. ഡച്ച് ക്ലബ്ബ് അയാക്സ് ആണ് 2ാം സ്ഥാനത്ത്. അയാക്സ് ക്ലബ്ബ് 3415 കോടി രൂപയാണ് നേടിയത്. '24 ഖത്തറിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഔദ്യോഗിക ബോളിന്റെ പേരെന്താണ്? വോർടെക്സാക് 23. 2024 ഖത്തറിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഔദ്യോഗിക ബോളിന്റെ പേരാണ് വോർടെക്സാക് 23. കാഴ്ച പരിമിതരുടെ IBFF സൗത്ത് വെസ്റ്റ് സോണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ റണ്ണറപ്പായ ടീം ഏതാണ്? കേരളം. കേരളമാണ് കാഴ്ച പരിമിതരുടെ IBFF സൗത്ത് വെസ്റ്റ് സോണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ റണ്ണറപ്പായ ടീം. 2 വിഭാഗങ്ങളിലും ഗുജറാത്താണ് ജേതാക്കളായത്. ഗോവയിലെ ഫത്തോർഡയിലാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടന്നത്.
കേരളത്തിന്റെ അഭിഷേകാണ് മികച്ച പുതുമുഖ താരത്തിനുള്ള പുരസ്കാരം നേടിയത്. അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ കിരീടം നേടിയ സർവകലാശാല ഏതാണ്? മഹാത്മാഗാന്ധി സർവകലാശാല. കേരളത്തിലെ മഹാത്മാഗാന്ധി സർവകലാശാലയാണ് അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ കിരീടം നേടിയ സർവകലാശാല. ഭുവനേശ്വറിലെ കിറ്റ് സർവകലാശാലയിലാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടന്നത്. ബംഗാളിലെ അഡാമസ് യൂണിവേഴ്സിറ്റിയാണ് റണ്ണറപ്പ്. രണ്ടായിരത്തി 24-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് മുൻഗണനാ മേഖലയിൽ 2,37,371 കോടി രൂപയുടെ ബാങ്ക് വായ്പാ പദ്ധതി അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? നബാർഡ്. നബാർഡാണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് മുൻഗണനാ മേഖലയിൽ 2,37,371 കോടിയുടെ ബാങ്ക് വായ്പാ പദ്ധതി അവതരിപ്പിച്ച ബാങ്ക്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നതാണ് നബാർഡിന്റെ പൂർണ്ണ രൂപം. കേരള നിയമസഭ പെറ്റീഷൻസ് കമ്മിറ്റി ചെയർമാനായി നിയമിതനായ MLA ആരാണ്? ആന്റണി രാജു. ആന്റണി രാജു MLA ആണ് കേരള നിയമസഭ പെറ്റീഷൻസ് കമ്മിറ്റി ചെയർമാനായി നിയമിതനായ MLA. കേരള ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജു കഴിഞ്ഞ മാസം രാജിവെച്ചിരുന്നു. ആരോഗ്യവകുപ്പ് സന്നദ്ധ സേനാ ഡയറക്ടറേറ്റുമായി സഹകരിച്ച് സാന്ത്വന പരിചരണത്തിനായി ആരംഭിക്കുന്ന ക്യാമ്പയിന്റെ പേരെന്താണ്? കൂടെ. കൂടെ എന്ന പേരുള്ള ക്യാമ്പയിനാണ് ആരോഗ്യവകുപ്പ് സന്നദ്ധ സേനാ ഡയറക്ടറേറ്റുമായി സഹകരിച്ച് സാന്ത്വന പരിചരണത്തിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ. 2024 ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ പേരാണ് ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന ക്യാമ്പയിൻ. 2024 ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ പേരാണ് ഞാനുമുണ്ട് പരിചരണത്തിന്. ആരോഗ്യവകുപ്പ് സന്നദ്ധ സേനാ ഡയറക്ടറേറ്റുമായി സഹകരിച്ച് സാന്ത്വന പരിചരണത്തിനായി ആരംഭിക്കുന്ന ക്യാമ്പയിന്റെ പേര് കൂടെ എന്നാണ്. രാജ്യത്ത് ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. രണ്ടായിരത്തി 2024 ജനുവരിയിൽ വിവാഹിതയായ മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ആരാണ്? ജസീന്ത ആർഡൻ. ജസീന്ത ആർഡനാണ് 2024 ജനുവരിയിൽ വിവാഹിതയായ മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി. ന്യൂസിലാൻഡിൽ എവിടെയാണ് ഇന്ത്യ പുതുതായി ഒരു കോൺസുലേറ്റ് ജനറൽ സ്ഥാപിക്കുന്നത്? ഓക്ലാൻഡ്. ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിലാണ് ഇന്ത്യ പുതുതായി ഒരു കോൺസുലേറ്റ് ജനറൽ സ്ഥാപിക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരി മാധവിക്കുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി സന്ധ്യ ജയേഷ് പുളിമാത്ത് രചിച്ച നോവലിന്റെ പേരെന്താണ്? പെയ്തൊഴിയാത്ത പ്രണയമേഘം. പ്രശസ്ത സാഹിത്യകാരി മാധവിക്കുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി സന്ധ്യ ജയേഷ് പുളിമാത്ത് രചിച്ച നോവലിന്റെ പേരാണ് പെയ്തൊഴിയാത്ത പ്രണയമേഘം. ദൈവയോഗ സംഘം ആശ്രമം ട്രസ്റ്റിന്റെ ബ്രഹ്മസുധൻ സ്മാരക നോവൽ പുരസ്കാരം ലഭിച്ചത് സന്ധ്യ ജയേഷ് പുളിമാത്തിന്റെ പെയ്തൊഴിയാത്ത പ്രണയമേഘം എന്ന നോവലിനാണ്. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 2023 ഏറ്റവും സുരക്ഷിത നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ്? ചെന്നൈ. ചെന്നൈ നഗരമാണ് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 2023 ഏറ്റവും സുരക്ഷിത നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം. അവതാർ ഗ്രൂപ്പാണ് ഇതു സംബന്ധിച്ച പഠനം നടത്തിയത്.
10 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയാണ്. 10 ലക്ഷത്തിൽ മുകളിൽ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ചെന്നൈയും 10 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ തിരുച്ചിറപ്പള്ളിയുമാണ് ഒന്നാം സ്ഥാനത്ത്. ജമ്മു കാശ്മീരിലെ ഭീകര പ്രവർത്തനത്തിനെതിരെ ഇന്ത്യൻ സേന ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിലെ ഭീകര പ്രവർത്തനത്തിനെതിരെ ഇന്ത്യൻ സേന 2024 ജനുവരിയിൽ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സർവശക്തി. പിർ പഞ്ചൽ പർവ്വതനിരകളുടെ ഇരുഭാഗത്തുമുള്ള ഭീകരരെ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ഓപ്പറേഷൻ. ഇന്ത്യൻ സേനയ്ക്കു വേണ്ടി 100 ദിവസം കൊണ്ട് DRDO വികസിപ്പിച്ച റൈഫിളിന്റെ പേരെന്താണ്? ഉഗ്രം റൈഫിൾ. ഇന്ത്യൻ സേനയ്ക്കു വേണ്ടി 100 ദിവസം കൊണ്ട് DRDO വികസിപ്പിച്ച റൈഫിളിന്റെ പേരാണ് ഉഗ്രം റൈഫിൾ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നതാണ് DRDOയുടെ പൂർണ്ണ രൂപം. ഉഗ്രം റൈഫിൾ വികസിപ്പിക്കുന്നതിൽ DRDOയുമായി സഹകരിച്ച ഹൈദരാബാദിലെ സ്വകാര്യ കമ്പനിയാണ് ദ്യുബ ആർമർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ത്യ, ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ്, ജപ്പാൻ, അമേരിക്ക, ബ്രിട്ടൻ എന്നീ 7 രാജ്യങ്ങൾ ബംഗാൾ ഉൾക്കടലിൽ വെച്ച് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരെന്താണ്? സീ ഡ്രാഗൺ 24. ഇന്ത്യ, ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ്, ജപ്പാൻ, അമേരിക്ക, ബ്രിട്ടൻ എന്നീ 7 രാജ്യങ്ങൾ ബംഗാൾ ഉൾക്കടലിൽ വെച്ച് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരാണ് സീ ഡ്രാഗൺ 24. സീ ഡ്രാഗൺ 24ന്റെ 4ാമത്തെ പതിപ്പാണ് 2024 നടക്കുന്നത്. വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് 2023 നടന്നത് എവിടെ വെച്ചാണ്? ദുബായ്. UAEയിലെ ദുബായിൽ വെച്ചാണ് വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് 2023 നടന്നത്. ലോകത്തിലെ ഏത് യുദ്ധമാണ് 2024 ജനുവരി 14 100 ദിവസം പൂർത്തിയായത്? ഇസ്രയേൽ ഗാസ യുദ്ധം. ഇസ്രയേൽ ഗാസ യുദ്ധമാണ് 2024 ജനുവരി 14 100 ദിവസം പൂർത്തിയായത്. 2023 ഒക്ടോബർ 7 ഇസ്രയേൽ ഗാസയ്ക്കെതിരെ യുദ്ധം ആരംഭിച്ചത്. ഓപ്പറേഷൻ അയൺ സ്വാഡ് എന്നാണ് ഇസ്രയേൽ ഈ യുദ്ധത്തിന് നൽകിയ പേര്. ഇന്ത്യൻ നാവികസേനയ്ക്കു വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആളില്ലാ വിമാനം, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, UAV ഏതാണ്? ദൃഷ്ടി 10 സ്റ്റാർലൈനർ. ഇന്ത്യൻ നാവികസേനയ്ക്കു വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആളില്ലാ വിമാനം, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, UAV ഏതാണ്? ദൃഷ്ടി 10 സ്റ്റാർലൈനർ. അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ആണ് ഈ ആളില്ലാ വിമാനം നിർമ്മിച്ചത്. 2024 ജനുവരിയിൽ ഒഡീഷയിലെ ഏത് ജില്ലയിൽ ഉണ്ടാക്കുന്ന ചുവന്ന ചട്നിക്കാണ് GI ടാഗ് ലഭിച്ചത്? ഭൗമ സൂചിക പദവി ലഭിച്ചത് മയൂർഭഞ്ച്. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിൽ ഉണ്ടാക്കുന്ന ചുവന്ന ചട്നിക്കാണ് 2024 ജനുവരിയിൽ GI ടാഗ് ലഭിച്ചത്. ചുവന്ന ഉറുമ്പുകളെ ഉപയോഗിച്ചാണ് ഔഷധ ഗുണമുള്ള ഈ ചട്നി ഉണ്ടാക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സ്വന്തം ജില്ലയാണ് മയൂർഭഞ്ച്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.